ഓ കെട്ടിലമ്മ നീച്ച് വരാറായിട്ടില്ല. ഇത്ര നേരെ ഞാൻ ഈ പെരന്റെ ഉള്ളിലത്തെ പണികളൊക്കെ കൂടെ എടുക്കൽ തുടങ്ങിയിട്ട്. എന്താ ഓൾക്ക് കല്യാണം കഴിഞ്ഞ മുതലേ ഓൾ അങ്ങനെ തന്നെ. നേരത്തെ നീക്കൂല്ല, ഒരു പണിയോട്ട് ചെയ്യൂല്ല. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം ഇപ്പോഴും പുതുപ്പെണ്ണാണെന്ന വിചാരം. ഒന്ന് വിളിച്ചു നോക്കാം. സാജിദ, സാജിദ, ഏടി? ആ അമ്മ ഇത് വരുന്നേ. ഒന്ന് വേണ്ട പുറത്തേക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇജ്ജ് വരുന്നുണ്ടോ? ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തു കണക്ക് കാണാനില്ലേ? അത് വരുന്നുമ്മ, അപ്പൊ വരാം. ഉറങ്ങിപ്പോയല്ലോ. നേറ്റ് നടക്കാനാണെങ്കിൽ തീരെ വെയ്യായിരുന്നു. അല്ല, എത്ര നേരായി നേരം വെളുത്തിട്ട്? അനക്ക് ഇതുവരെ നീച്ച് വരാറൊന്നും ആയിട്ടില്ലേ? എന്താണ് അനക്ക്? അമ്മ എന്താന്ന് അറിയില്ല, നല്ല ക്ഷീണുണ്ട്. ഒരു ചായ തലൊക്കെ ചുറ്റണൊക്കെ പോലെ തോന്നുന്നു. അങ്ങനൊക്കെ ഉണ്ടാവും. ഇത് നീച്ചിട്ടേ ആ മിറ്റൊക്കെ ഒന്നുണ്ടായി പോയി അടിച്ചൊരു കൂട്ടാ. ഈ അന്റെ പെരയില് എന്തെയ്യുന്നു എന്റെ സ്വഭാവിച്ച അതല്ലേ ഇജ്ജ് ഇവിടെ എടുക്കുള്ളൂ. അവിടെ നേരത്തെ നീക്കാത്തോണ്ടാണ് എനിക്ക് ഇത്രയും കേടൊക്കെ തോന്നുന്നത്. വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ഇവള് കിടന്നുറങ്ങാണേ. അവിടെ ഇതൊന്നും എന്റെ അമ്മ ശീലാക്കിയിട്ടൊന്നുമില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നേരത്തെ നീച്ച് പഠിക്കൊക്കെ വേണം. പോയിട്ട് ആ മിറ്റൊക്കെ ഒന്നാണ്ട് അടിച്ചു വരൂടെ? ഞാൻ അത് വരുന്നു, ഇപ്പൊ വരാം. ഇങ്ങനെ കെട്ടിലമ്മയും ചമഞ്ഞിങ്ങനെ കിടന്നുറങ്ങ. തലൊക്കെ ചുറ്റുണ്ട്. അല്ല, ഇജ്ജ് എന്താ ഇവിടെ വന്നിരിക്കണ? ഇജ്ജ് മിറ്റടിച്ചു വരികയോ? അറിയില്ല, ഉമ്മാക്ക് തീരെ വയ്യ. ആകെ തലയിട്ട് ശരീരമൊക്കെ ആകെ കുഴഞ്ഞു പോണ പോലെ. അടിച്ചു വരാൻ വെയ്ക്കണില്ല. എന്ത് പറ്റി ഇവിടെ വന്നിരിക്കണ? അറിയില്ലക്ക, എന്താന്ന് അറിയില്ല. ഒരു ചായ ക്ഷീണവും ഒക്കെ, പിന്നെ എല്ലാം തല ചുറ്റുന്നുണ്ട്. നാളെ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ അല്ല, പോവട്ടോ. എന്തിനാ ഇപ്പൊ ആസ്പത്രിക്കൊക്കെ പോകേണ്ട ആവശ്യം? ഇതിന് ആസ്പത്രിക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നാരങ്ങ എടുത്തുങ്ങാണ്ടേ കുറച്ച് ഉപ്പിട്ട് കാണ്ടാണ് കലക്കി കുടിച്ചാൽ മതി. അത് ചിലപ്പോ നല്ല പ്രഷർ എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും. അതിനിപ്പോ ഞാൻ ആസ്പത്രിക്ക് കൊണ്ടുപോവായിട്ട് അവളെ. എന്നാലും അങ്ങനെയല്ലേ അമ്മ, ഒന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കട്ടെ. ഞാൻ ഒന്നും പറയണൊന്നുമില്ല. ഞാൻ ഇവിടെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റല്ലേ. അന്റെ ഇഷ്ടം പോലെ ജന്താച്ച ചെയ്തോ. ഈ നീക്കൂടെ മാറ്റ്. അമ്മ, ഞങ്ങള് പോയിട്ട് വരാം. പോയിട്ട് വരും. ഇനിയിപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങക്ക് കേൾക്കാനൊന്നും ഒഴിവില്ലല്ലോ. എന്നാ പോരെ, പോവാ. പോ. ഞങ്ങള് പോയിട്ട് വരാം. പാത്രങ്ങൾ വെറുതെ അവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ പൊട്ടാന് ഒക്കെ ഇങ്ങോട്ട് പാത്രങ്ങൾ കഴുകി കഴിഞ്ഞ പിന്നെ എന്താ ഇങ്ങോട്ട് നിർത്തി വെച്ചാല് അത് ചെയ്യൂല. ഞാൻ ഫോൺ വിളിച്ചോക്കട്ടെ. ഇപ്പോൾ എവിടെ എന്താ ഫോൺ എടുക്കാത്ത? ആരപ്പ നീ നേരത്തെ വിളിക്കണ? അമ്മ. ഹലോ, എവിടെ? എന്താ ഫോൺ എടുക്കാത്ത? ഒന്നും പറയണ്ടമ്മ, ഞാൻ പണിയിലായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ടായില്ല. അപ്പൊ ഇത് ഇങ്ങോട്ട് ഒന്ന് വന്നു നോക്കുമ്പോൾ അത് അടിക്കണേ കേക്കണത്. എന്തെങ്കിലും വിളിച്ച്? എന്താണ് അവിടെ ഇത്ര തോന്നെ പണികളുള്ളത്? ഒരു പേരന്റെ ഉള്ളിൽ ഇത്ര തോന്നെ പണികളുണ്ടാ? നാത്തൂന് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ഓളിപ്പൊ ഇന്ന് പോയിട്ടുള്ളൂ. 2 ദിവസമായി വന്നിട്ട്. അപ്പൊ ഓള് ഇന്നിപ്പോ പോയിട്ടുള്ളൂ. എന്നിട്ട് പോയോ? എന്തിനാ ഓള് എന്നെന്നും ഇങ്ങനെ വരുന്നത്? ഓൾക്ക് ഓളെ കെട്ടിച്ചോടുത്ത് നിന്നാ പോരെ. ഓല് വരെ പോവും, എന്താ ചെയ്ക്കോട്ടെ, പോലെ പെരല്ലേ. ഇക്ക് പറയാനൊന്നും പറ്റൂലല്ലോ, വരണ്ടാ ചെയ്യണ്ടാന്ന് തോന്നുന്നു. നിങ്ങളെന്താ വിളിച്ച്? കാര്യം പറ. എന്റെ നാത്തൂനിക്ക് രാവിലെ തുടങ്ങിയ തലയിറ്റലും എന്തൊക്കെയാ കുഴച്ചിലും ക്ഷീണമൊക്കെ ആയിട്ട് ആസ്പത്രിക്ക് കൊണ്ടുപോയിക്കണ്. ഞാൻ കൊറേ പറഞ്ഞു അവനോട് കൊണ്ടോണ്ടാന്ന്. കുറച്ച് നാരങ്ങ എന്തേലും ഇട്ടിട്ട് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓൻ കേക്കണ്ടേ? ഓൻക്ക് ഇനി ഞാൻ പറഞ്ഞ ഒരിതില്ലല്ലോ. ഓനൊരു പെൺകോന്തനല്ലേ.
അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഹോസ്പിറ്റലിക്കോ എന്തേലും വിശേഷം എന്തേലും ഉണ്ടോ? ഇക്കു സംശയമുണ്ട് ഉണ്ടോ ഇല്ലേന്നുള്ളതേ. എന്താച്ചാല് ഓളെ കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോ ഇക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഓളെ മുഖമൊക്കെ കാണുമ്പോ പള്ളിയിലുള്ള പോലെ തോന്നുന്നുണ്ട്. ഇനി എന്തൊക്കെയായി തീരണാവോ പടച്ചോനിക്കറിയാം. ഈ 2 മാസം ആയപ്പോത്തിന് ഓക്ക് പള്ളിയുണ്ടെങ്കിൽ നാട്ടുകാര് എന്ത് വിചാരിക്കുക? അയൽവാസികളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മോശക്കാര്. ഇക്കറിയില്ല ഇനി ഓരോടൊക്കെ എന്താ പറയണ്ടെന്നുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഓള് വന്നാലേ എല്ലാ പണിയോളും ഓളെ കൊണ്ടിരിക്കും. ഒരു സ്വകും സ്വൈര്യം കൊടുക്കരുത്. ഓളെങ്ങനെ കുത്തി നോയിച്ചോളൂ. അതേ നടക്കൂല. ഇല്ല ഓളെ ഞാൻ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ നിക്കുള്ളൂ. പിന്നെ ഇനി ഞാൻ ഫോൺ വെക്കട്ടെ. ഞാൻ അഥവാ നീ കേട്ടുങ്ങാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മതിയാവും. ആ എന്നാ ശരി. എന്നാ ആയിക്കോട്ടെ. നിങ്ങൾ എന്നാലേ വിവരം പോലെ പറയുണ്ട് കേട്ടോ. എന്നാ ആയിക്കോട്ടെ. എന്നിട്ട് വരട്ടെ. ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. ഉമ്മ എന്താണ് ഇവിടെ കിടന്ന് ഇങ്ങനെ അലർന്ന്? എന്താണ്? പോയി എന്നിട്ട് എന്താ പറഞ്ഞ ഡോക്ടർ? പോസിറ്റീവാണ്. ഓൾക്ക് വിശേഷമുണ്ട്. അനക്ക് ഒരു നാണും മാനും ഇല്ലല്ലേ അത് ഇവിടെ വന്ന് ഇങ്ങനെ പറയാന്? എന്തിനാ ഞാൻ കാണിക്കണ്? കല്യാണം കഴിഞ്ഞിട്ട് ആകെ 2 മാസമായിട്ടുള്ളൂ. അപ്പൂത്തിനും ഇങ്ങനെ പള്ളേൽ ഉണ്ടാക്കിയിരിക്കണ്. ഈ നാട്ടുകാര് അയൽവാസികളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ആകെ മോശമാണ്. ഞാൻ എന്താ ഓരോടൊക്കെ പറയാ? കെട്ടിന് കേറി വന്നേക്കാൻ നോക്ക് പള്ളേലാ. ഒരു ഉസറും പുളിന്ന് പറഞ്ഞേ ഇല്ല. ഞാനേ വേറെ ആരതൊന്നും അല്ല പറഞ്ഞത്, ഇന്റത് ഞാൻ പറഞ്ഞിക്കണത്. ആർക്കറിയാം. ഹലോ ഉമ്മ. എന്താ മോളെ പോയിട്ട് എന്താ പറഞ്ഞേ? ഉമ്മ പോസിറ്റീവാണ്. അൽഹംദുലില്ലാ, എല്ലാവർക്കും സന്തോഷായിട്ടുണ്ടാവല്ലോ. അടുത്ത ഉമ്മാക്കൊക്കെ സന്തോഷായില്ലേ? അതുമ്മ എന്താ മോളെ എന്ത് പറ്റി? ഇവിടുത്തെ ഉമ്മ എന്നെ ചീത്ത പറഞ്ഞു. വന്ന് കേറിയപ്പോത്തിനും പള്ളേലുണ്ടായോന്ന് ചോദിച്ചങ്ങാണ്ട്. സാരില്ല മോളെ, അമ്മാനോട്ട് ക്ഷമിക്ക്. പടച്ചോല്ലേ കൂടെ, മാട്ടി വിഷമിക്കണ്ട കേട്ടോ. എന്നാലേ ഇമ്മ പിന്നെ വിളിക്കട്ടോ. ശരി വെച്ചാളാ. ഉമ്മ ഞാൻ ചെയ്യാം. ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഇക്കാര്യം ചെയ്യാനൊക്കെ. അല്ലടി അനക്കൊരു നാണും മാനൊന്നും ഇല്ലേ? എന്തിന്? ഈ കെട്ടിക്കേറി വരുന്നതിന് മുന്നേ തന്നെ പള്ളേൽ ഉണ്ടാക്കണേനി അതിനെന്നെ. ഉമ്മ ഞാൻ എന്ത് തെറ്റാ ചെയ്ത ഉമ്മ? ഇത് നിങ്ങള് മോന്റെ കുട്ടിയല്ലേ? ആർക്കറിയാ, ഇജ്ജ് പറയണ ഒരു അറിവല്ലേ ഉള്ളൂ. ചെലപ്പോ എനിക്ക് ഇങ്ങോട്ട് കേറുന്നതിന്റെ മുന്നേ തന്നെ ചെലപ്പം പള്ളയിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് എന്റെ മകന്റെ മേത്തക്ക് ഒരു ഇടലും. പിന്നെ ഓൻ വിശ്വസിക്കുമല്ലോ ഓന്റേതാണ് എന്നുള്ളത്. ഉമ്മ നിങ്ങളെന്താ ഇങ്ങനൊക്കെ പറയണത്? ആടി, ഞാൻ അങ്ങനൊക്കെ തന്നെ പറയുള്ളൂ. അന്റെ കാട്ടിക്കൂട്ടിൽ അങ്ങനൊക്കെ തന്നെയല്ലേ. കല്യാണം കഴിഞ്ഞിട്ടേ 2 മാസമായിട്ടുള്ളൂ. ഇനി നാട്ടുകാരും ഒക്കെ ചോദ്യം തുടങ്ങും. പെണ്ണിന് ഇപ്പൊ തന്നെ വിശേഷമായോന്നൊക്കെ. അപ്പൊ ഞാൻ എന്താ ഓനോട് മറുപടി പറയാ? അജ് പറഞ്ഞാട്ടെ. ഓളൊരു പൂങ്കണ്ണീര്. ഒന്നും അറിയാത്ത പോലെ ഓള് ഇങ്ങനെ അഭിനയിക്കണിരുന്നിട്ട്. നാളും മഴയ്ക്കാത്ത വർക്ക. മിഴികൾ തിരയെ വിധിത
എന്താടി എന്ത് ഇങ്ങനെ കരണിരുന്നിട്ട്? ഇക്ക എന്നെ കൊറേ കുറ്റപ്പെടുത്തി. എന്താ പറഞ്ഞത്? ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? നീ ഇജ്ജ് ഒരു നിമിഷം പോലും ഇജ്ജ് ഇവിടെ നിക്കണ്ട. ജിഞ്ഞേ അന്റെ പെരേക്ക് പോയിക്കോ, അതാ നല്ലത്. അവിടെ പോയി നിന്നിട്ടാ. ഡ്രസ് മാറ്റി. ഉമ്മ ഞാനേ ഇവളെ പെരേക്ക് ഉണ്ടാക്കി കൊടുക്കട്ടോ. ഒളിഞ്ഞ അവിടെ നിന്നോട്ടെ. അതിന് ഞാൻ ഓളോട് ഇവിടുന്ന് പോവാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെന്തിനാ ഓളോട് പോവാൻ പറയണത്? നിങ്ങള് ഓള് ഇവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലേ എന്റെ കുട്ടിനെ നിങ്ങൾ ഇല്ലാതാക്കും. നിങ്ങൾ ഓളോട് എന്തൊക്കെയാ പറഞ്ഞത്? അപ്പോത്തിന് മാപ്പിളുടെ അടുത്ത് എത്തിച്ചൂലേ ഓളത്. എന്തെങ്കിലും പറയാൻ കാത്തു കേൾക്കാറ് എന്നോട് വന്ന് പറയാന്. ഉമ്മ ഞാൻ പോവമ്മ. ഞാൻ എന്ത് തെറ്റങ്ങൾക്ക് ചെയ്തെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അമ്മ ക്ഷമിക്കട്ടാ. കുട്ടികളെ തരുന്നതും അതേപോലെ തരാതിരിക്കണമൊക്കെ പഠിച്ചോനതല്ലേ. നേരത്തെ തന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും വരൂലല്ലോ അമ്മ. അത് നമ്മള് ഭാഗ്യല്ലേ. പിന്നെ അമ്മ പറഞ്ഞല്ലോ ആര് കുട്ടിയാണെന്നുള്ളത് അറിയില്ല എന്നുള്ളത്. ഇമ്മാന്റെ മകളോട് ഓരോ അമ്മായിമ്മയാണ് പറയുന്ന വെച്ചാ ഉമ്മാക്കും അതേപോലെ താത്താക്കൊക്കെ എത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും ഞാൻ പോവമ്മ. പോവാ പോരെ.